എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എൻ്റെ ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സിജി. ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ ദിവസം എല്ലാവരെയും ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ്. ഞാനിതിനു മുന്നേ ഞാൻ പുതിയൊരു യൂട്യൂബർ ആണല്ലോ, അപ്പോൾ ലൈവ് വരാൻ പറ്റുമോ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 18 സബ്സ്ക്രൈബേഴ്സേ ആകെ കൂടി നമ്മുടെ ചാനലിലുള്ളൂ. അപ്പോൾ എന്തായാലും ലൈവ് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് 2 പേരെത്തിയിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാർ. പുത്രി പിന്നെ അവിടെ ഇല്ല, അവൾ ഹൈദരാബാദിലാണ് BSc നഴ്സിങ്ങിൽ. അവളവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. കുക്കുറ കമോൺ, കാണുന്നില്ലേ? ഓക്കെ, ഇത് എവിൻ, ഇത് കെവിൻ. കെവിൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നേ. ഞങ്ങൾക്ക് ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സാണ്. വലിയ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളൊരു തളയണ വെച്ചിട്ടാണ് അതുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ചെയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്ക്, ഇത് കെവിൻ, ഇത് എവിനാണ്. എവിൻ പഠിക്കണത് എത്രയല്ല പറഞ്ഞോടത്തോ? 3A. എന്തായാലും നീ പേരും പറഞ്ഞോടത്തോ? CLP സ്പ്രിംഗിനിശ്ശേരി സ്കൂളിന്റെ അല്ലേ, നിന്റെ പേര് പറഞ്ഞു ക്രൈസ്റ്റ് എന്ന് പറയണ ക്രിസ്തു. ഓക്കെ, അധികം ഒന്നും ചോദിക്കണില്ല. അത് ഇവിടെ പറ, നിന്റെ പേര് പറഞ്ഞു കൊടുക്ക. കെവിൻ. കെവിൻ മാത്രമേ ഉള്ളൂ? പറഞ്ഞു കൊടുക്ക. ക്രൈസ്റ്റ് അമ്മയുടെ സ്കൂളിലാ? ഞാനൊന്നും പറയട്ടെ കേട്ടാ. ഇവര് ട്യൂഷന് പോയ സമയത്താണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ്. കാരണം ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അടങ്ങി ഇരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇവരടക്കി പറയേ എന്നെ കരാട്ട പഠിപ്പിക്കണം എന്ന് പറയട്ടാ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവരെ കരാട്ട പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധ്യത്തിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇടികൊണ്ട് നാറും. കണ്ട, ഇപ്പം സൺഡേ ആയതുകൊണ്ടാണ് ഇവരെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ഇത്തിരി ഡേഞ്ചറാ. കണ്ട, ഇതാണ് ഇത്തിരി ഡേഞ്ചർ. അപ്പം ഞാൻ ഇവരെ ഒന്ന് തിരിച്ചു വിട്ടാലോ? മക്കളൊന്ന് പോയിക്കോ, പോയി. ഓക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ലോകം. പിന്നെ ഇവിടെ നമ്മുടെ ഹസ്ബൻഡ് റീജോ ചേട്ടൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അപ്പം ഞങ്ങൾ 4 പേരാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത്. അവളുണ്ടായിരുന്നപ്പോൾ എനിക്കൊന്നും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവരിത് ഇവിടെ ഗുസ്തിയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നും അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ ശ്രവിച്ചിരുന്ന ഞങ്ങളുടെ കുഞ്ഞു വിശേഷം കണ്ടറിഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രത്യേകം നന്ദി. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ലൈവ് പോവാന്ന് നോക്കിയപ്പോൾ നടന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ലൈവ് പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലൈവാന്നൊരു ധാരണയാണ് ഇവർക്കുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. ടാറ്റാ, ബൈ ബൈ.